ദീപക് മലയമയുണ്ട്. ദീപക്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. യെസ്, ഇന്നത്തെ ദിവസം അടിപൊളി ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. പക്ഷേ നമുക്ക് സീരിയസ് ആയ വാർത്തകളിലേക്ക് തന്നെ കടക്കണം. ഈ ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയന്റെ കുടുംബത്തെ VD സതീശനും MV ഗോവിന്ദനും ഇന്ന് സന്ദർശിക്കുമല്ലേ? അതന്നെയല്ലേ ഇന്നത്തെ പ്രധാനപ്പെട്ട സന്ദർശനം, പ്രധാനപ്പെട്ട വാർത്ത? തീർച്ചയായും അത് തന്നെയാണ് ഇനിയിപ്പോൾ മലബാറിൽ നടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഈ NM വിജയൻ്റെ കുടുംബം കോൺഗ്രസ് നേതാക്കൾക്കെതിരെയൊക്കെ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. അതിന് പിന്നാലെ തന്നെ മുതിർന്ന നേതാക്കളൊന്നും തന്നെ അവിടേക്ക് എത്താത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഉപസമിതി അവിടെ എത്തുകയും കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ തയ്യാറാവുകയൊക്കെ ചെയ്തു. വലിയ തരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ആ കുടുംബം അനുഭവിക്കുന്നുണ്ട്. NM വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ബാങ്കിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിച്ച തുക സംബന്ധിച്ചൊക്കെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏതാണ്ട് 2 കോടിയോളം രൂപയൊക്കെ അദ്ദേഹത്തിന് കടമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറയുകയും ചെയ്യുന്നത്. അക്കാര്യത്തിൽ പോലീസ് അന്വേഷണം ഉൾപ്പെടെ നടക്കുകയാണ്. അത് കൃത്യമായി തന്നെ ആ വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് CPM രംഗത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ കത്ത് പുറത്തുവിടുന്നതും തുടർന്ന് ചില ശുപാർശ കത്തുകളൊക്കെ പുറത്തുവിടുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ആ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ VD സതീശൻ നേരിട്ട് വയനാട്ടിലേക്ക് എത്തുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഇന്നിപ്പോൾ സ്വാഭാവികമായും ഈ NM വിജയൻ്റെ കുട്ടികളെ കാണുമെന്നുള്ളതാണ്. മകനെയും മകളെയും ഒക്കെ വീട്ടിലെത്തി സന്ദർശിക്കും. അതേസമയം തന്നെ മറ്റൊരു സംഭവം കൂടി നടക്കുന്നത് അവിടേക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൂടി എത്തുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ 2 പേർക്കും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ നിലപാടുകൾ പറയാനുണ്ടാവും. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ കേട്ടതിന് ശേഷം മാത്രമാണ് ആ പ്രതിപക്ഷ നേതാവ് അവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ പാർട്ടി ഈ സാമ്പത്തിക ബാധ്യതകളൊക്കെ ഏറ്റെടുക്കും എന്നുള്ള കാര്യമൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഈ ഒരു മരണം നടന്ന ഏതാണ്ട് 50 വർഷത്തോളം പാർട്ടിക്കൊപ്പം നിന്ന ഒരു മനുഷ്യൻ്റെ മരണം സംഭവിക്കുന്നു. ആ പാർട്ടി മാത്രം ജീവിതമാക്കിയ മനുഷ്യരായിരുന്നു NM വിജയൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ പോലും അതിനോട് പൂർണ്ണമായി അനുഭാവം പ്രകടിപ്പിക്കാൻ നേതാക്കൾ തയ്യാറായില്ല എന്നുള്ള പ്രശ്നം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ഈ 2 നേതാക്കൾ അവിടേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അവർ ഏത് തരത്തിലായിരിക്കും മാധ്യമങ്ങളോട് ഉൾപ്പെടെ പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം അത് നിർണായകമായൊരു നീക്കം തന്നെയാണ്.